ശ്രീമതി അനു പാപ്പച്ചൻ, ഈ കാര്യത്തിൽ നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ പ്രിയദർശിനി ബസ്സുകൾ വന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക്, വിശിഷ്യ വർക്കിംഗ് ക്ലാസ്സിന് ആശ്വാസകരമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ജനങ്ങൾ പക്ഷേ ആത്മാഭിമാനമുള്ള ആളുകളാണ്, എല്ലാവരും അങ്ങനെയാണ്. അവർ അവരുടെ അവകാശം എന്ന നിലയിൽ പ്രിയദർശിനി ബസ്സിലെ ആ യാത്ര അവർ നടത്തുന്നുണ്ട്. അവർക്ക് അവരുടെ ദാരിദ്ര്യം പ്രൂവ് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും ഇല്ല. അതിനേതെങ്കിലും കാർഡ് കാണിക്കലോ BPL-കാർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ളവർക്കോ ഉള്ള യാത്ര എന്ന് എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള കാറ്റഗറൈസേഷനും ഇല്ല. എല്ലാ സ്ത്രീകളും അവൈൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അവകാശമാണ്. അപ്പോൾ അതും ദാരിദ്ര്യവും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ യാത്രികരായ സ്ത്രീകളുടെ, നാളെ ഒരു ബസ്സിൽ കയറാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ അതൊരു തരത്തിലും ബാധിക്കുന്നതല്ലേ? അഭിലാഷ്, എനിക്കിതിനകത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ പ്രശ്നമാകുന്നത് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്ന്, അങ്ങനെയല്ലായിരുന്നു UDF-ന്റെ വാഗ്ദാനം എന്ന് ഇവിടെ ഇരുന്ന എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ വാഗ്ദാനം നൽകിയതെന്ന് ഓർക്കുക. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണോ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന്റെ സമയത്ത് ഇറങ്ങിയിരുന്ന പോസ്റ്ററുകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര പോകാം, സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും ടൂർ പോകാം, പെൺകുട്ടികൾക്ക് യാത്ര പോകാം, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പുരോഗമനപരമായിട്ടുള്ള പോസ്റ്ററുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ സെലക്റ്റീവായിട്ടുള്ള ബസ്സുകളിലേക്ക് അത് ചുരുക്കി. നോക്കൂ, സ്ത്രീകളുടെ ഒരു കാര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ചുരുക്കലുകൾ ഉണ്ടാവുന്നു. അപ്പോൾ പോലും കിട്ടിയത് ഭാഗ്യം, ഇതന്നെ കിട്ടിയത് ഭാഗ്യം എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ പൊതുബോധം സംസാരിച്ചതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ വാസ്തവത്തിൽ മന്ത്രി ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് അവർക്കൊരു ഭരണ നേട്ടമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയധികം സ്ത്രീകൾ ഈ ഒരു പൊതു സംവിധാനം ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ എവിടെയാണ് ദാരിദ്ര്യം വരുന്നത്? ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല പ്രിയദർശിനി ബസ്സിൽ കയറുന്നത് എന്ന് ആലോചിക്കുക. മറ്റൊന്ന്, ഈ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം ആദ്യം പറഞ്ഞ അദ്ദേഹം സ്ത്രീകൾ കുട്ടികളെ സ്വകാര്യ സ്കൂളിൽ ആക്കുന്നു. സ്ത്രീകളുടെ മാത്രമാണോ കുട്ടികൾ? രണ്ടാമത്, അതായത് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ അത് സ്ത്രീകളുടെ തലയിലേക്ക് ചാരുന്ന തരത്തിലുള്ള ഈ സ്ത്രീ വിരുദ്ധത ഈ ഭരണകർത്താക്കളിൽ നിന്ന് സ്ഥിരമായി ഉണ്ടാവുകയാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ആരും സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നില്ല. പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി? സർക്കാർ ആശുപത്രി പോകാനാണ് നമ്മളവിടെ, സർക്കാർ ആശുപത്രിയിലേക്ക് പോകാനാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു അഭിമാനമായിട്ട്, സർക്കാരിന്റെ നേട്ടമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യായീകരിച്ച് പറയുന്ന കാര്യങ്ങളാണ് അടുത്ത ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഒരു പൊതു സംവിധാനത്തിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ മൊബിലിറ്റിയെ സംബന്ധിച്ച്, സ്ത്രീകളുടെ പൊതു ഇടത്തിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇത്രയധികം, അല്ലെങ്കിൽ അത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ പോലും കേരളത്തിലെ ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന സ്ത്രീകളോ മറ്റു മനുഷ്യരോ ഇതിനെ അനുകൂലിച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളുടെ പൊതു ഇടത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാകും എന്നുള്ളത് കൊണ്ടാണ്. അതേ പൊതു ഇടത്തിലേക്ക് ഒരു സ്ത്രീ വരുന്നതിനെ, ഒരു പൊതു ഇടത്തിലേക്ക്, ചിലപ്പോൾ ഇപ്പോൾ നോക്കിയ കഴിഞ്ഞ കണക്കുകളിൽ നിന്ന് ഈ കണക്കുകൾ എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, സ്ത്രീകൾ തൊഴിലിടത്തിലേക്ക് കൂടുതൽ പോകുന്നു എന്നുള്ളതൊരു പോസിറ്റീവാണ്. അതിൽ സർക്കാർ ഒരു നഷ്ടം കാണുന്നുണ്ടെങ്കിൽ സർക്കാർ മണ്ടത്തരമാണ് പറയുന്നതാണ്. കാരണം ഇവിടെ സേവ് ചെയ്യുന്ന പൈസ അവർ ഈ പ്രാദേശിക വ്യവസ്ഥയിൽ തന്നെയാണ് ചെലവാക്കുന്നത്. നമ്മുടെ കടകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ ഇടങ്ങളിൽ തന്നെയാണ് ചെലവാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് സ്ത്രീകൾ ഒരു നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുക? അതായത് അതിന്റെ ധ്വനി അതാണ്. സ്ത്രീകൾ കയറുന്നത് കൊണ്ടാണ് ഇത്രയധികം നഷ്ടമുണ്ടാകുന്നത്, മറ്റ് നഷ്ടങ്ങളൊന്നും ഒരു നഷ്ടമല്ല. KSRTCക്ക് നഷ്ടമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു ബാധ്യത സ്ത്രീകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുബോധം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് തന്നെ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തിനാണ് സർക്കാർ ഇത്തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം, അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അവരുടെ വീട്ടിലും ഈ പറഞ്ഞ അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ ഈ പൊതു സംവിധാനം ഉപയോഗിക്കുന്നവരാണെന്ന് ആലോചിക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് കേരളത്തിലുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പൊതുബോധത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ആനുകൂല്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദാനമല്ല എന്നും അത് കൃത്യമായിട്ടുള്ള ഒരു അവകാശമാണെന്നും ആ അവകാശത്തെ ഒരു ക്ഷേമ പദ്ധതിയായി മാത്രം കാണുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അതൊരു ക്ഷേമ പദ്ധതിയല്ല, അതൊരു
ഗവൺമെന്റ് പദ്ധതിയാണ്. അത് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഒരു മിനിസ്റ്റർക്ക് വേണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത തലത്തിലേക്കുള്ള ഒരു വളർച്ചയോ വികാസമോ ഉണ്ടാകുള്ളൂ. ഇപ്പൊ പെൺകുട്ടികൾ അവർ ദാരിദ്ര്യം കൊണ്ടാണോ പ്രിയദർശിനി ബസ് ഉപയോഗിക്കുന്നത്? അല്ല, അത് അവരുടെ ഒരു മൊബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ഒരു ദിവസത്തെ അനുഭവം ഞാൻ പങ്കുവെക്കാം. ഇപ്പോൾ ഞാൻ പറമ്പിക്കുളം വരെ പോയി. അതിൽ ഏറ്റവും അധികം കോളേജ് വിദ്യാർത്ഥിനികളാണ് ആ പ്രിയദർശിനി ബസ് സൗകര്യം ഉപയോഗിച്ചത്. നമ്മുടെ വീട്ടിലെല്ലാവരും വളരെ ഫെമിനിസ്റ്റുകളാണല്ലോ. കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ യാത്രയ്ക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ യാത്രയ്ക്ക് വിടാൻ അനുവദിക്കുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം ആണല്ലോ ഇവിടെ നിലനിൽക്കുന്നത്. അഭിലാഷിന് അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സൗകര്യം പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു, യുവതികൾ ഉപയോഗിക്കുന്നു, ജോലിക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്നു. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അതല്ലാതെ കേരളത്തിൽ എല്ലാവരും വളരെ ദരിദ്രരായതുകൊണ്ടാണ് എല്ലാവരും പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്നത് എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ചുരുക്കി കാണുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് അത് മാറി എന്നുള്ളതാണ്. അദ്ദേഹം അതിനെ എങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അത് അത്തരത്തിലുള്ളൊരു അപകടമാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി, അദ്ദേഹം ഇതൊരു സ്വകാര്യ ബസ് അസോസിയേഷന്റെ മീറ്റിംഗിലാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ വാചകം അദ്ദേഹം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ല, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ല പ്രിയദർശിനി ബസ് ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമാണ്. സ്വകാര്യ ബസ്സിന് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു പദ്ധതി വഴി സ്വകാര്യ ബസ് ഉടമകൾക്ക് നഷ്ടമുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത സ്ത്രീകളുടെ തലയിലേക്ക് ചാരി വെക്കുന്ന രീതിയിലാണ് ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. അവിടെയാണ് പ്രശ്നം. അങ്ങനെയുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് മറ്റു മാർഗങ്ങൾ, സർക്കാർ സബ്സിഡി കൊടുക്കുക, അതിലെ റൂട്ട് സമയം നോക്കുക, ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ നോക്കിയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പ്രശ്നം ഇത് ഉണ്ടാവാനുള്ള കാരണം സ്ത്രീകൾ തള്ളിക്കയറുന്നത് മൂലമാണെന്ന് പറയുന്നിടത്താണ് അതിന്റെ പൊളിറ്റിക്സ് മാറി വരുന്നത്. അഭിലാഷ്.